അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വകുല്ലു മാ അതാ ബിഹി റസൂലു ഫഹഖുഹു തസ്ലീമു വൽ ഖബൂലു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് കൊണ്ടുവന്ന് അറിയിച്ചു തന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. വൽ ഖബൂലു, അത് സ്വീകരിക്കലും അംഗീകരിക്കലും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ട്. എന്തുകൊണ്ട് ആ വിഷയത്തെ പറ്റി ഇസ്ലാമിന്റെ നിയമം അങ്ങനെയായി, അത് പടച്ചവൻ അങ്ങനെ ആക്കിയത് കൊണ്ട് അങ്ങനെയായി എന്നാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്നതാണ് അതിന്റെ കാരണം. പടച്ചവൻ അങ്ങനെ ആക്കിയോണ്ട് അങ്ങനെ ആയി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. വിശ്വാസികളുടെ ഒന്നാമത്തെ വിശേഷണങ്ങളിൽ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞെന്താ, അവർ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്ധവിശ്വാസികളാണ് എന്നാണോ? എന്തെങ്കിലും അഭിപ്രായം? എന്താ സ്പീർഖാന്റെ അഭിപ്രായം? ജൻഷീർ, ഇനായത്തുള്ള, എല്ലാവരും അഭിപ്രായം പറയും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അവര്. പറഞ്ഞോളി. ഓക്കെ. പിന്നെ വേറെന്താ ആഡ് ചെയ്യാനുണ്ടോ? വെരി ഗുഡ്. വേറെന്താ ആഡ് ചെയ്യാനുണ്ടോ? ഇതിനകത്തുള്ള വേറെന്താ പറഞ്ഞിരുന്നല്ലോ, പറഞ്ഞു. പറഞ്ഞത് വിശ്വസിക്കല് സത്യവിശ്വാസിയുടെ അടയാളാണ്. അപ്പോ സത്യവിശ്വാസി അന്ധവിശ്വാസിയാണ് അല്ലേ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അന്ധവിശ്വാസം അല്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്താ ജൻഷീർഖാന്റെ അഭിപ്രായം എന്താ? മനുഷ്യന്മാര് മുസ്ലിങ്ങൾ അന്ധവിശ്വാസികളാണോ? മറഞ്ഞ കാര്യങ്ങളോട് വിശ്വസിക്കുന്നവരെന്നാണ് അവരെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പോള് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറയുമ്പോൾ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ അന്ധവിശ്വാസികളാണെന്നല്ല. കാരണം ഒരു വിശ്വാസം അന്ധവിശ്വാസമാവുക എപ്പാണെന്ന് പറഞ്ഞാല്, ഒരു വിശ്വാസം നമുക്ക് ഇവരോടും കൂടി ചോദിച്ചു നോക്കാം അല്ലേ. സുബൈർക്ക്, നമുക്കൊരു ഡൗട്ട് ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, വിശുദ്ധ ഖുർആനിലെ അള്ളാഹു അൽഹംദുലില്ലാഹി ബിഖൈർ, വിശുദ്ധ ഖുർആനിലെ അള്ളാഹു പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന്. അപ്പൊ മുഅ്മിനീങ്ങളൊക്കെ അന്ധവിശ്വാസികളാണെന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താ അഭിപ്രായം? അതെ, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുകയാണ് മുഅ്മിനീങ്ങള്. അപ്പൊ അന്ധവിശ്വാസികളാണോ മുസ്ലിമീങ്ങള്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം അന്ധവിശ്വാസമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഇവിടെ ദോഹയിലുണ്ട് എന്നുള്ള നിങ്ങളുടെ വിശ്വാസം അന്ധവിശ്വാസമാണോ? അന്ധവിശ്വാസമാണ്. ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോള് വെരി ഗുഡ്, എല്ലാവരും നല്ല ആൻസറാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓക്കെ വെരി ഗുഡ്, ഞാൻ ക്ലാരിഫിക്കേഷനിലേക്ക് വരാം. എല്ലാ മനുഷ്യന്മാരും മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്ക ഉണ്ട് എന്നുള്ളത് അമേരിക്ക പോകാത്ത ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്ന് ലോകത്തുള്ള? ഇല്ല. കാരണം എന്താ, അത് എല്ലാവരും പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതാണ് അമേരിക്ക ഉണ്ട് എന്നുള്ളത്. എന്നതുപോലെ പല കാര്യങ്ങളും മറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നല്ല, നമ്മൾ കണ്ടിട്ട് വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നമ്മൾ മറഞ്ഞതായിരിക്കും വിശ്വസിക്കുന്നത്. ഇപ്പൊ എൻ്റെ വാപ്പന്റെ പേര് ബഷീർ എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്
ഒരു മറഞ്ഞ വിശ്വാസമല്ലേ? ഞാൻ DNA ടെസ്റ്റ് നടത്തിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? ആരെങ്കിലും DNA ടെസ്റ്റ് ഈ കൂട്ടത്തിൽ നടത്തിനോ? ഇല്ല. അപ്പൊ മറഞ്ഞ കാര്യങ്ങളിൽ എല്ലാ മനുഷ്യന്മാരും വിശ്വസിക്കുന്നുണ്ട്. ഉറപ്പുള്ള എന്താ പറയാ, സയന്റിഫിക്കലി തെളിയിച്ച കാര്യങ്ങൾ മാത്രമാണ് വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് വിഷയങ്ങളിൽ. അപ്പൊ അങ്ങനെയല്ല. പൊതുവെ മനുഷ്യന്മാരുടെ സ്ഥിതി എന്ന് പറയുന്നത് അവര് മറഞ്ഞ കാര്യങ്ങൾ, അതിന് കാരണമാകുന്ന ദലീലുകൾ ഉണ്ടെങ്കിൽ അവർ വിശ്വസിക്കും. അതിൽ പെട്ടതാണ് ഇപ്പോ പിന്നെ ഒരാളെ സത്യസന്ധാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും. അല്ലെങ്കിൽ പരക്കെ എല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെടുന്ന കാര്യം, ഇപ്പം ഗാന്ധിജി എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത്, അതിൽ ഒരാളൊരു എതിരഭിപ്രായം പറയുന്നില്ല. അപ്പൊ എല്ലാവരും ജീവിച്ചിരുന്നു എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു വിശ്വാസം തരികയാണ്. ഗാന്ധിജി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ വിശ്വാസയോഗ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാര് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കും. എന്നതുപോലെ വിശ്വാസയോഗ്യമായ രീതിയിൽ നമുക്ക് അള്ളാഹു ഉണ്ട് എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണ് എന്നതും നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ആ ബോധ്യം വന്ന ആക്കേ മുഅ്മിൻ എന്ന് പറയുള്ളൂ. ആ ബോധ്യം വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏകദൈവമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഒരു വ്യക്തി പറയുന്നതെല്ലാം അംഗീകരിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അയാൾ സത്യസന്ധനാണ് എന്ന് നമ്മൾ ഒരാളെ പറ്റിയിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കും. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സത്യസന്ധനാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനല്ല എന്നുള്ളതിൽ, ആണെന്നതിൽ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ വെറുതെ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കല്ല ചെയ്യുന്നത്, ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അവർ പറയുന്നതൊക്കെ സത്യമായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കാരണം ഒരു കളവ് പോലും ജീവിതത്തിൽ പറഞ്ഞു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലും അംഗീകരിക്കലും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾക്ക് പിന്നെ അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്, അല്ല അതെന്താണ് അങ്ങനെ, ആ നിയമം എന്താണ് ഇങ്ങനെ എന്ന് സ്വന്തം അങ്ങനെ ആയിട്ട് ചിന്തിച്ചിട്ട് എന്നാ പിന്നെ അതുകൊണ്ട് ഇസ്ലാം ശരിയല്ല എന്ന് ആലോചിക്കുന്ന മനുഷ്യന്മാര് നമ്മളെല്ലാം ഇടയിലുണ്ട് പലരും. അപ്പോള് അവർക്ക് വിഷയം മനസ്സിലായിട്ടില്ല. ഒരു കാര്യം അങ്ങനെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാലേ നമ്മൾ ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കുള്ളൂ എന്നുള്ള വാശിയുണ്ട് നമുക്ക്. നമ്മൾ ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ, യുക്തി കൊണ്ട് മനസ്സിലായ ബോധ്യപ്പെട്ട കാര്യം മാത്രമേ നമ്മൾ അംഗീകരിക്കൂ എന്നുള്ള ഒരു പിടിവാശി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ നിയമം പോലും അംഗീകരിക്കാൻ പറ്റൂല. ഇന്ത്യൻ നിയമം എല്ലാം നമ്മൾ അറിഞ്ഞിട്ടാണോ അംഗീകരിച്ച് നടക്കുന്നത്? ഒരു ഉദാഹരണത്തിന് പതാക കത്തിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്, ഇന്ത്യൻ പതാക. അത് കത്തിച്ചു കഴിഞ്ഞാൽ എന്താ ശിക്ഷ എന്ന് പറയും നിങ്ങൾക്ക്? എന്താ? അയാളുടെ ജയിൽ ശിക്ഷ എന്നല്ല, പിടിച്ചു കൊല്ലും, വധശിക്ഷ കിട്ടും. കാരണം അത് രാജ്യദ്രോഹമാണ്. അപ്പോൾ ജയിൽ ശിക്ഷ ഉണ്ടാവും, വധശിക്ഷ ഉണ്ടാവും, അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോ ഒരു പതാക കത്തിക്കുന്നു, ഞാൻ പണം കൊടുത്ത് വാങ്ങിയ എൻ്റെ പതാക, അത് കത്തിക്കാനും കത്തിക്കാതിരിക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് അവിടെ ചോദിച്ചിട്ട് യുക്തി കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ്. അപ്പോൾ യുക്തി കൊണ്ട് നമുക്ക് ചിന്തിച്ചിട്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമൊന്നല്ല നമ്മൾ ചെയ്യുന്നത്, എല്ലാത്തതും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്നതുപോലെ അതിന്റെ അർത്ഥം എന്തല്ല, ഇസ്ലാമിൽ യുക്തിക്ക് യോജിക്കാത്തുണ്ട് എന്നല്ല. ഇസ്ലാമിൽ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട്, മനസ്സിലാക്കാൻ കഴിയാത്തതുണ്ട്. യുക്തിക്കെതിരായതൊന്നും ഇസ്ലാമിലില്ല. ഒന്നുകൂടി, ഇസ്ലാമിൽ യുക്തിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട്, കഴിയാത്തതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കള്ള് കുടിക്കൽ ഹറാമാണ്. എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്ന സമയത്ത് കള്ളു കുടിച്ചാൽ ബുദ്ധിക്ക് തകരാറ് വരും. ബുദ്ധിക്ക് തകരാറ് വരുത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്ത നിയമത്തിനിക്ക് ലററ് വരുത്തലാണ്, പ്രയാസം വരുത്തലാണ്. അതുകൊണ്ട് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ഒരു യുക്തി നമുക്ക് അതിൽ മനസ്സിലാവും കള്ളിന്റെ വിഷയത്തിൽ. അതേ സമയത്ത് ളുഹർ നിസ്കാരം 4 റക്അത്തായി. എന്തുകൊണ്ട്? ഇതിന്റെ യുക്തി ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കേണ്ട ഒരു സാധനമാണത്? അല്ല.
ഇസ്ലാമിലെ യുക്തി മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവാത്തതുണ്ട്. അതിന്റെ അർത്ഥം അതിനൊരു യുക്തിയില്ല, വെറുതെ ആയിട്ട് പറഞ്ഞതാണ് എന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രമേ ശരിയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്, നമ്മുടെ ഫാളസിയാണ്, വിഡ്ഢിത്താണ്. നമ്മുടെ ചിന്ത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട്, പിന്നീട് നമുക്ക് മനസ്സിലാവുന്നതുണ്ട്, അങ്ങനെയല്ലേ? പിന്നീട് നമുക്ക് മനസ്സിലാവുന്നതുണ്ട്, ചിലപ്പോൾ ഇനി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവാത്തതുണ്ടോ. പക്ഷെങ്കിൽ അള്ളാഹു ഏകദൈവമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കൊണ്ടുവന്നൊക്കെ അംഗീകരിക്കലും അതിന്റെ ഭാഗമാണ്. ചില കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, ഈ ഹദീസിൽ പറഞ്ഞ കാര്യം അത് ശരിയല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊരു മുസ്ലിമിന് വാദിക്കാൻ പറ്റൂല. അങ്ങനെ വാദിച്ച ആ സമയത്ത് അവൻ എന്ത് ചെയ്ത്, പിന്നെ ഈ വൃത്തത്തിൽ നിന്ന് അങ്ങ് പുറത്തേ ആടും. കാരണം എന്താ, നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നബിതങ്ങൾ കൊണ്ടുവന്നൊക്കെ വിശ്വസിക്കണം, എന്നാലേ നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കലാവുള്ളൂ. ഏയ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു ഇറക്കിയ ഖുറാനിൽ വിശ്വസിക്കണം, എല്ലാം വിശ്വസിക്കണം. പിന്നെ അതിലെല്ലാം പെട്ട് പിന്നെ ഒന്ന് എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയൊക്കെ അതിൽ പെട്ട്. പിന്നെ ഖുറാനിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അത് നബിതങ്ങളെ പരിചയപ്പെടുത്തിയതിൽ പെട്ട തന്നെ. അന്ത്യദിനത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അത് നബിതങ്ങൾ പരിചയപ്പെടുത്തിയത് തന്നെ. അപ്പൊ നബിതങ്ങൾ പരിചയപ്പെടുത്തിയത് എല്ലാം വിശ്വസിക്കൽ ബാധ്യതയായി. അങ്ങനത്തെ ഒക്കെ മുസ്ലിം എന്ന് പറയുള്ളൂ. അതിൽ ഒരുത്തനിക്ക് ഇങ്ങനെ ഡൗട്ട് വന്ന് ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിൽ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ സംസാരിക്കാം. ഓൻ ഇസ്ലാമിന്റെ വൃത്തത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഓനോട് നമുക്ക് അതിനുള്ള തെളിവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് വിശ്വസിക്കണം. കാരണം ഇത് ഓനിക്കെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നതാണെന്ന്. ഖുറാനിൽ പറഞ്ഞ ഓരോ നിയമങ്ങളും ഇത് ഇന്ന കാരണം കൊണ്ട് അത് ഇങ്ങനെയായി നിയമമായി എന്ന് അള്ളാഹു താല പരിചയപ്പെടുത്തി തന്നനോ? എല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പരിചയപ്പെടുത്തി തരാൻ നിൽക്കാനേ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഇതിനെ എല്ലാവർക്കും ബോധ്യപ്പെട്ടോണമെന്നില്ല പറഞ്ഞാല്. അപ്പോൾ നിയമം പറയുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഡ്യൂട്ടി. അത് നിബിധങ്ങള് അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് അത് അംഗീകരിക്കാൻ ബാധ്യതയാണ്. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മളെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ വിഷയം അങ്ങനെ തന്നെയല്ലേ? ഒരു പാർട്ടി തീരുമാനം എങ്ങനെയാണ്? അതിനോട് യോജിപ്പുണ്ടെങ്കിലും പരസ്യമായിട്ട് അതിന് പ്രതികരിക്കാൻ ആ പാർട്ടിയുടെ ആൾക്കാർ നിൽക്കുമോ? ഇനി നിന്നാൽ തന്നെ ആ പാർട്ടി അവർ അംഗീകരിക്കും ആ പാർട്ടിയുടെ ആൾക്കാരായിട്ട്. അതാണ് ഒരു പൊതുവേ ഉള്ളൊരു വിഷയമാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, അഭിപ്രായം? എന്നാ പോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് വകുല്ലു മാ അതാ ബിഹി റസൂലു ഫഹഖുഹു തസ്ലീമു വൽ ഖബൂലു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇസ്ലാമിനെ പറ്റിയിട്ട് ഇസ്ലാമിൽ പെട്ട കാര്യമായിട്ട് നബിതങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബൈത്തില് പിന്നെ എക്സ്പ്രസ് ആയിട്ട് പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അഥവാ പിന്നെ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളൊക്കെ നബിതങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, അതിലൊക്കെ വിശ്വസിക്കണം. അതുപോലെ തന്നെ പല കാര്യങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, അതെല്ലാം വിശ്വസിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പെട്ടൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് അർഷ്. അർഷ് നിങ്ങൾ കുറെ കാലമായി കേട്ടില്ലേ? എന്താണ് ഈ അർഷ് എന്ന് പറഞ്ഞാല്? അർഷ് എന്ന് പറഞ്ഞാല് അള്ളാഹു താല ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടികളിൽ പെട്ടതാണ് എന്ത് അർഷ് എന്ന് പറയുന്നത്. അർഷിനെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അതുപോലെ അവന്റെ അധികാരം, അത് ഏറ്റവും നിഹായത്തുൽ ഹൽക്കായ, ഏറ്റവും ഭീമമായ പടപ്പായ, ഏറ്റവും വലിയ പടപ്പായ അർശിനെ പോലും, അതിനെ പോലും മീതയായിട്ടുണ്ട് അള്ളാഹുവിന്റെ അധികാരം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള വളരെ അതിനപ്പുറം അതിലും വലിയൊരു ഹൽക്കില്ല, അതിലും വലിയ ഒരു സാധന സൃഷ്ടി വേറെ ഇല്ല. ആ സൃഷ്ടിയെയും പടച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കഴിവാണ് അതിന്റെ മുകളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അർഷ് എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഓക്കെ, അതിന് കുറെ മലായിക്കത്തുണ്ട്, അതിനെ സംരക്ഷിക്കാനും, അതിനെ തഹ്മിലുഹുൽ മലായിക്കത്ത് അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഉത്തമം എന്ന അർത്ഥത്തിനല്ല ഞാൻ പറഞ്ഞത്, വലിപ്പത്തിലാണ് ഞാൻ പറഞ്ഞത്. ഭീമാകാരമായ എന്ന അർത്ഥത്തിന്. ഉത്തമമായ ഏറ്റവും ഉത്തമരായ സൃഷ്ടി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല.
എന്നല്ല, നബിതങ്ങളുടെ ഖബർ നിൽക്കുന്ന ഹുജറത്ത് ഷരീഫാണ് കഅബയേക്കാളും പവറുള്ളത് എന്നാണ് ആലിമീങ്ങൾ പറഞ്ഞത്. എങ്ങനെ? മുസ്ലിങ്ങളുടെ ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമായ കഅബ, ഖിബിലയാണത്. ആ കഅബയേക്കാളും മഹത്വമുള്ളത് ഹുജറത്ത് ഷരീഫൊക്കെയാണ് എന്ന് പറഞ്ഞ ആലിമീങ്ങളാണ് കൂടുതലും. അപ്പൊ നബിതങ്ങൾ എന്തുകൊണ്ടാണ് ഹുജറത്ത് ഷരീഫൊക്കെ മഹത്വം വന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പൊ നബിതങ്ങളുടെ മഹത്വം എത്രയാണ്? അതാണ്. അപ്പോ അർശ് വലിയ പടപ്പാന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ പടപ്പ് എന്നുള്ള അർത്ഥത്തിനല്ല, ഏറ്റവും വലിയ പടപ്പാണ്, ഏറ്റവും ഭീമാകാരമായ പടപ്പാണ് എന്ന അർത്ഥത്തിൽ. അർശ് എന്ന് പറയുന്നത് ഈ 7 ആകാശത്തെയും പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സൃഷ്ടിയായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള. അതെങ്ങനെയാണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണ്ട, അതൊക്കെ സ്വർഗത്തിലെത്തിയാൽ നമുക്ക് ചോദിക്കാം, അവിടെ നിന്ന് ചോദിക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. കാരണം ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ ഫോട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഇസ്ലാമിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയതുണ്ട്, കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ ഈ രൂപത്തിൽ നബിതങ്ങൾ പരിചയപ്പെടുത്തിയത് വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അർശ് എന്ന് പറയുന്ന ഒരു പടപ്പുണ്ടെന്ന് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഖുർആനിലും ഹദീസിലൊക്കെ വന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഭീമാകാരമായ പടപ്പാണ്. അതിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഏറ്റവും വലിയ സൃഷ്ടിയാണ് അത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതിന്റെ വീതി എന്ന് പറയുന്നത് അർലുഹു കഅർലി സമാവാതി വൽ അർള്, മുഴുവൻ ഭൂമികളും ആകാശങ്ങളും കൂട്ടി വെച്ചാൽ അതിന്റെ വീതി ആവുള്ളൂ. അത്രയും വലിയൊരു പടപ്പാണത്. അതിന് നീളം അള്ളാഹുവിനെ അറിയുള്ളൂ. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സ്വർഗത്തിന്റെ മേൽത്തട്ട് ആയിട്ട് വരുന്ന ഭാഗമാണ് എന്നൊക്കെ ഉണ്ട്. അള്ളാഹു ആയാലും ഏതായാലും അള്ളാഹുവിനെ അർശ് എന്ന് പറയുന്ന ഒരു സൃഷ്ടി ഉണ്ട് എന്നുള്ളത് വിശ്വസിച്ചാൽ മതി. നിങ്ങളെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നില്ലേ? ബോധ്യപ്പെടൂല. ചിലതങ്ങനെ ബോധ്യപ്പെടാത്തുണ്ടാവും, എങ്ങനെയാണെന്ന് മനസ്സിലാവാത്തുണ്ടാവും. മനസ്സിലായാലും ഇല്ലെങ്കിലും വിശ്വസിക്കാം. കാരണം അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സത്യസന്ധരാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ബോധ്യപ്പെടട്ടെ ബോധ്യപ്പെടാതിരിക്കട്ടെ. 2, കുർസി. കുർസി എന്ന് പറയുമ്പോൾ ഭാഷാർത്ഥത്തിൽ കസേര എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അങ്ങനെ ഒരു പടപ്പുണ്ട് കുർസി എന്ന് പറഞ്ഞാൽ. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള എന്ന് പറഞ്ഞല്ലോ. ആ കുർസി എന്ന് പറയുന്ന സൃഷ്ടി അത് ആകാശത്തെയും ഭൂമിയെയും അതിന്റെ അത്രയും അതിന്റെ വ്യാപ്തിയുണ്ട്. അത്രയും വലിയൊരു പടപ്പാണത്. അത് ഈ അർശിന്റെ മധ്യത്തിലായി നിൽക്കുന്ന ഒരു പടപ്പായിട്ടാണ് കുർസീനെ പരിചയപ്പെടുത്തിയത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ കാണുന്ന വേണം, കാണാതെ നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അൽ കലം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയുണ്ട്. അള്ളാഹു തആല ആദ്യമായിട്ട് സൃഷ്ടിച്ച പടപ്പുകളിൽ പെട്ടതാണ്. അതിനോട് അള്ളാഹു തആല എഴുതാൻ പറഞ്ഞു, അത് എഴുതി എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലല്ല, ഹദീസിലാണ് ആ വിഷയം സംസാരിച്ചത്. വൽ ഖലമി വമാ യസ്തുറൂൻ. വിശുദ്ധ ഖുർആനിൽ കലമിനെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ് കലം എന്ന് മനസ്സിലാക്കുക. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അള്ളാഹു ആലം. വേറൊരു സൃഷ്ടിയാണ് ലൗഹ്. ലൗഹ് എന്ന് പറഞ്ഞാല് ബാങ്ക് കൊടുക്കണ്ട ഇവിടെ, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്.
അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോഹിനെ പറ്റിയിട്ടാ. ലോഹ എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ട്, എല്ലാ വിഷയങ്ങളും എഴുതി വെക്കുന്ന ഒരു കിതാബ്. അതിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു സൃഷ്ടിയുണ്ട്. അതിനെപ്പറ്റി വിശ്വസിക്കൽ, അങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാണ്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അല്ലാഹു അലം. റൂഹ് എന്ന് പറഞ്ഞിട്ടൊരു സൃഷ്ടിയുണ്ട്. എന്താണ് ഈ റൂഹ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉള്ളിലുള്ള റൂഹ്, ആത്മാവ്. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വയസ്അലൂനക്കാനി റൂഹി, നബി അങ്ങയോട് അവർ ആത്മാവിനെ പറ്റി ചോദിക്കും. കുലി റൂഹു മിൻ അംരി റബ്ബി, അത് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ ചെറിയ അറിവേ നൽകപ്പെട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് വളരെ ചെറിയ അറിവേ ലഭിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ റൂഹിനെ പറ്റി എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ആൻസർ ഇതാണ് റൂഹ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു തആലയുടെ കൽപ്പന ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക്. അള്ളാഹുവിന്റെ കാര്യങ്ങൾ പെട്ടതാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം എന്താ നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ അതുള്ളത് കൊണ്ട് നമ്മുടെ ശരീരം ചലിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ അതേസമയത്ത് ആ ആത്മാവ് എന്താണ്? അത് മരണത്തോടു കൂടെ തീരുമോ? ഇല്ല, അങ്ങനെയല്ല. ആത്മാവ് എന്ന് പറയുന്നത് ആലമുൽ അർവാഹ്, മനുഷ്യന്മാരെ പടക്കുന്നതിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹിൽ ആത്മാക്കളെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മരിച്ചു കഴിഞ്ഞാലും ഈ ആത്മാവ് ജീവിക്കും. അതിന് പിന്നെയും അത് എന്താ പറയാ, മരണശേഷവും ആ ആത്മാവ് പിന്നെയും നിലനിൽക്കും. ഹദീസുകളിൽ നമുക്ക് കാണാം, മുഅ്മിനീങ്ങളായ ആൾക്കാരുടെ, നല്ല സാലിഹ്യങ്ങളുടെ ആത്മാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാക്കൾ ഉയർന്നു പോയിട്ട് സ്വർഗത്തിലുള്ള പക്ഷികളുടെ വയറ്റിൽ അതിങ്ങനെ അവിടെ സഞ്ചരിച്ച് കളിക്കുന്നതാണ് പറയല്, ഹദീസിൽ വന്നത്. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ആത്മാവിനെ പറ്റിയിട്ട്. പക്ഷെ എന്താണ് ആത്മാവ്, അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ അത് ആ ഒരു കൽപ്പന ഇല്ല. എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ എന്നാലും നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. ആലിമ്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞത് റൂഹു ഷൈഉൻ ഇസ്തഅ്സറല്ലാഹു ബിഇൽമിഹി, അല്ലാഹു തആല അതിന്റെ ഒരു സാധനമാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് പ്രത്യേകമാണ് അതിനെ പറ്റിയിട്ടുള്ള അറിവ് പൂർണ്ണമായിട്ടുള്ള. ഫലം യുത്ലി അലൈഹി അഹദ മിൻ ഖൽഖിഹി, അതിനെ പറ്റിയിട്ട് അള്ളാഹുവിന് ഒരു സൃഷ്ടിക്കാൻ അതിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന്. ഇനി പറയുന്നത് അതന്നെ ലോഹുൽ മഹ്ഫൂദാണ് ഉദ്ദേശിച്ച കിതാബ്. ഇനി അൽ മൗത്ത്, അടുത്തത്. പിന്നെ മരണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ശരിക്കും മരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അള്ളാഹു ആലം. മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുൽ മൗത്തായ ഇസ്രാഫീൽ അലൈഹിസ്സലാം വന്നിട്ട് റൂഹ് പിടിക്കുന്നതാണെന്നാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കേണ്ടത്. അത് അവന്റെ ബാധ്യതയാണ്. അങ്ങനെയാണെന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതാണ് കാരണം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ, നബി അങ്ങ് അവരോട് പറയുക, യതവഫാക്കും മലക്കുൽ മൗത്ത്, നിങ്ങളെ മരണത്തിന്റെ മാലാക മലക്കുൽ മൗത്ത് അഥവാ അസ്രായിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം നിങ്ങളെ റൂഹ് പിടിക്കും. അല്ലദീ ഉക്കിലബിക്കും, നിങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ട ആളാണ് അദ്ദേഹം. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. അപ്പം മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. അങ്ങനെ ഒരു മരണം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇതൊക്കെ എല്ലാവരും അറിയും, എന്നാലും ഈ രൂപത്തിലാണെന്ന് വിശ്വസിക്കൽ മുസ്ലിമിന് ബാധ്യതയാണ്. ഫൈദാ മാത്തൽ ഇൻസാനു വദുഫിന ബദഅത്ത് ഹയാത്തുഹുൽ ബർസഖിയ, മരണത്തോടുകൂടെ പിന്നെ അവന്റെ ബർസഖിയ ജീവിതം ആരംഭിച്ചു. ദുന്യവിയായ ജീവിതമുണ്ട്, ഉഖ്റവിയായ ജീവിതമുണ്ട്. ആ ഉഖ്റവിയായ ജീവിതത്തിന്റെ തുടക്കത്തിലുള്ള ഒരു ഘട്ടമാണ് ബർസഖിയ ജീവിതം. ഖബർ മുതൽ അന്ത്യദിനത്തില്, അതായത് യൗമുൽ ഖിയാമത്ത് നാളിൽ വീണ്ടും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമല്ലോ രണ്ടാമത് ഊതുന്ന സമയത്ത്. ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെയുള്ള ജീവിതത്തിന് പറയുന്ന പേരാണ് ബർസഖിയായ ജീവിതം. നിങ്ങൾക്ക് മനസ്സിലായോ? ബർസഖിയായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചത് മുതൽ അവൻ പുനർജനിക്കുന്നത് വരെയുള്ള അവന്റെ ജീവിതത്തിനാണ് ബർസഖിയ ജീവിതം എന്ന് പറയാം. അത് ഖബറിലാണ് ആ ജീവിതം. ആ ജീവിതത്തെയാണ് ബർസഖിയ ജീവിതം എന്ന് പറയുന്നത്. അത് ആഖിറത്തിന്റെ ഉഖ്റവിയ ജീവിതത്തിന്റെ തുടക്കമാണ് ഈ ബർസഖിയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ മരണത്തോടുകൂടെ ഒരുത്തന്റെ ഖിയാമത്ത് ആരംഭിച്ചെന്നാ പറയാ. വമൻ മാത്ത ഫഖദ് ഖാമത്ത് ഖിയാമത്തുഹു, മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അന്ത്യദിനം ആരംഭിച്ചു. കാരണം അന്ത്യദിനത്തിൽ പുനർജനിച്ചു കഴിഞ്ഞാൽ, ബഅസ് ചെയ്ത് കഴിഞ്ഞാൽ
ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണല്ലോ ഹിസാബും മഹ്ഷറും അതുപോലെ തന്നെ പിന്നെ സിറാത്ത് പാലവും എല്ലാ പ്രോസസ്സും നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജാണ് മരണം എന്ന് പറയുന്നത്. പിന്നെ നേരെ പോകുന്നത് ഖബറിലേക്കാണ്. ഖബർ എന്ന് പറയുന്നത് തൊട്ടടുത്ത സ്റ്റേജാണ്. ഇതൊക്കെ ബർസഖിയ ജീവിതത്തിൽ എന്ന് പറയുന്നതിൽ പെടുന്നതാണ്. അപ്പോൾ ഹദീസുകൾ നമുക്ക് കാണാം, മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചെല്ലുന്ന ചിലപ്പോൾ ചോദ്യം ഉണ്ടാവില്ല, ചോദ്യം ഉണ്ടെങ്കിൽ തന്നെ വളരെ മനോഹരമായിട്ട് ഉത്തരം പറയും. പിന്നെ ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയാ എന്നാ പിന്നെ നല്ല സുഖലോലുപതയോടുകൂടെ ജീവിച്ചോളൂ എന്നാണ് മലക്കുകൾ പറയാ. പിന്നെ അവനിക്ക് ഖബറിന്റെ ഇടയിൽ പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവന് വേറെ ഒരു അനുഭൂതിയാണ് അവനിക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ദ്വാരക്കുന്നത് സ്വർഗീയമായ അനുഭൂതി കൊടുക്കണേ, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പടച്ചവനതൊന്നും പ്രയാസമില്ല. അപ്പൊ അതാണ്. അപ്പൊ മരണത്തോടു കൂടെ ഒരുത്തന്റെ കാര്യം തീരുമാനമായി, അവന്റെ ഉഖ്റവിയായ ജീവിതം ആരംഭിച്ച്. അപ്പോ വളരെ ചുരുങ്ങിയൊരു കാലമാണ് നമ്മളൊക്കെ മുന്നിലുള്ളത്. അത് എത്ര മിനിറ്റ് ആണ് എത്ര സെക്കൻഡ് ആണെന്ന് പോലും പറയാൻ കഴിയില്ല. ആ ഒരു ജീവിതം നമ്മൾ ഇനി ഈ മരണത്തോടു കൂടെ തുടങ്ങുന്ന ഒരു കലാകാലത്തേക്കുള്ള ഒരു ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഒരു മുസ്ലിം മനുഷ്യന് തെറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കുക ഇതിനെപ്പറ്റി ചിന്തിച്ചാല്? അത്രയുള്ള മനുഷ്യന്റെ കഥ. അപ്പൊ മരണം എന്നുള്ളതാണ് അടുത്ത കാര്യം, നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. മറ്റൊന്നാണ് അജല് എന്ന് പറയുന്നത്. അജല് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആയുസ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ ആയുസ്സാണ് അജല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയല്ലോ അകാലത്തിൽ മരിച്ചുപോയി എന്നൊക്കെ പറയൂലേ. ആകെ ചെറിയ ഒരു 12 വയസ്സുള്ള കുട്ടിയോ 20 വയസ്സുള്ള മനുഷ്യനൊക്കെ എങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡന്റോ മറ്റോ ഓന് സമയാവാതെ മരിച്ചു എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ സംസാരിക്കലുണ്ട്. അത് ശരിയല്ല. അത് നമ്മള് ഒരു പൊതുവെ നമ്മൾ പറയുന്നത് ഉദ്ദേശിക്കുമ്പോൾ കുറെ കാലം ജീവിക്കുമായിരുന്നില്ല, അത്ര കാലമല്ലേ ജീവിച്ചുള്ളൂ എന്ന നിലക്കൊക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പോലത്തിലുണ്ട്. എന്നാലും അള്ളാഹു എനിക്ക് നിശ്ചയിച്ച കാലാവധി എന്ന് പറയുന്നത് അതാണ്. അത് എത്തിയിട്ടേ മരിച്ചിട്ടുള്ളൂ. നിശ്ചയിച്ച കാലാവധി എത്താതെ ഒരു മനുഷ്യനും മരിക്കൂല. നിശ്ചയിച്ച കാലാവധി എത്താതെ ഒരു മനുഷ്യൻ മരിക്കൂല. ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കാലാവധി അതാണെന്നാണ് പടച്ചവൻ തീരുമാനിച്ചതെന്നാണ് അതിന്റെ അർത്ഥം എന്ന് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോ അള്ളാഹു താല എനിക്കൊരു 60 വർഷം നിശ്ചയിച്ചിന്, പക്ഷെ ഓൻ 20 വയസ്സിലങ്ങ് മരിച്ചുപോയി എന്ന് ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? വിഷയം മനസ്സിലായോ? അള്ളാഹു ഒരാൾക്ക് 60 വയസ്സ് നിശ്ചയിച്ചു, പക്ഷെ ഓൻ അത്ര കാലം ജീവിച്ചില്ല, ഓനതിന് മുന്നേ മരിച്ചുപോയി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം മരണം ജന്മമൊക്കെ തീരുമാനിക്കുന്ന പടച്ചവനാണ്. ഓൻ ജനിക്കണോ തീരുമാനിക്കുന്നത്, ഓന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. അപ്പോ ഓൻ മരിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്, സമയത്തിനുള്ളിൽ തന്നെയാണ് എന്നർത്ഥം. എന്തേ ചോദ്യം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, ഇനി അടുത്തത് ഖബറിനെ പറ്റി വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളിക്കാട്ടിൽ ഖബർ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വിശ്വസിക്കണം എന്നല്ല. ഖബറിന്റെ ഉള്ളിൽ നടക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹദീസിൽ നിന്നും മറ്റും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ, അതിൽ നടക്കുന്ന അദാബിനെ കുറിച്ചും മറ്റും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ് പറഞ്ഞൊരു അർത്ഥം. ഇതാ മാത്തൽ ഇൻസാനുൽ മുസ്ലിം ഫലഹു ഹുക്കൂക്കുൻ അലൈന. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഓനെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും ഓന്റെ പേരിൽ നിസ്കരിക്കലും മറവ് ചെയ്യലും മുസ്ലിങ്ങളുടെ മേലിൽ ഫർദ് കിഫയാണ്. നാട്ടിൽ ഒരാളും ചെയ്തില്ല, അടങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം കുറ്റക്കാരാവും. അപ്പോൾ നമുക്ക് നിസ്കാരം നമുക്ക് നിർബന്ധമായ പോലെയുള്ള ഒരു നിർബന്ധമായ കാര്യമാണത്. അപ്പൊ ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ കുറ്റക്കാരാവും. അപ്പോ ഈ മറവ് ചെയ്ത ആ നിമിഷം മുതൽ അവന്റെ ആഖിറത്തിന്റെ ജീവിതം തുടങ്ങി, അവന്റെ ഹിസാബും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ തുടങ്ങി. ക്വസ്റ്റ്യൻ ചോദിക്കലും കാര്യങ്ങളൊക്കെ. 2 മലക്ക് വരും, 2 മലക്കുകൾ വന്നിട്ട് അവനോട് ചോദ്യം ചോദിക്കും. അപ്പോ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതില് പിന്നെ പരാജയപ്പെടുന്ന ആളുകള് അവർക്ക് അദാബ് ഉണ്ടാവും ഖബറില്. അതാണ്, ഒന്നുകിൽ അത് നരകത്തിന്റെ കുഴിയായിരിക്കും അല്ലെങ്കിൽ സ്വർഗത്തിന്റെ കുഴിയായിരിക്കും എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഖബറിൽ വിശ്വസിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. മുസ്ലിമീങ്ങളാകുന്ന കാലത്തോ മുസ്ലിമാണോ വിശ്വസിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത.
ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം വരിച്ചവര് അവര് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവര് മരിച്ച് അവർക്ക് ഇപ്പൊ ഇനിയൊന്നുമില്ല, അവരെ കാറ്റ് പോയി ഇനിയൊരു കാര്യമില്ല അവർക്ക് എന്ന് ചിന്തിക്കരുത്. വല്ലഹിയാവിന്ദ റബ്ബിഹിം യുർസഖൂൻ, അവര് ജീവിച്ചിരിക്കുന്നുണ്ട്. ഉഹ്റവിയായ ജീവിതം, ബർസഖിയായ ജീവിതം അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ദ റബ്ബിഹിം യുർസഖൂൻ, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് അവൻ റിസ്ക് കൊടുക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നബിമാരും ശുഹദാക്കളും ഔലിയാക്കന്മാരൊക്കെ അവർക്കൊക്കെ പിന്നെ ഖബറിൽ ജീവിതമുണ്ട്, നല്ല സ്വർഗീയമായ ജീവിതമുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആന് ശുഹദാക്കളുടെ വിഷയം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നല്ല അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി പറഞ്ഞു. അപ്പോ ഷഹീദിനെക്കാളും മഹത്വമുള്ളവരാണ് നബിമാർ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്തായാലും ഖബറിൽ ജീവിച്ചിരിക്കും. അതുപോലെ തന്നെ ഷഹീദിനെക്കാളും മഹത്വമുള്ള ഔലിയാക്കന്മാരുണ്ട്, അവരവരെ ഖബറിൽ ജീവിച്ചിരിക്കും എന്നതൊക്കെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇനി അടുത്തത്, ഇനി നമ്മൾ വിശ്വസിക്കേണ്ട വേറൊരു കാര്യമാണ് ഈമാനുനാ ബി യൗമി ആഖിരിൻ വജബ് വകുല്ലി മാ കാന ബിഹി മിനൽ അജബ്. അന്ത്യദിനം ഉണ്ട്. അന്ത്യദിനത്തിൽ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള സംഗതികളുണ്ട്, നമ്മൾ ദുനിയാവ് കാണാത്ത പല കാര്യങ്ങളും നടക്കാനുണ്ട്. അതെല്ലാം വിശ്വസിക്കൽ ഒരു മുസ്ലിമിന് ബാധ്യതയാണ്. മുസ്ലിമിന് ബാധ്യത എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്, ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനിക്ക്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക. 2 അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3 അവന്റെ കിതാബിൽ കുത്തുബുകളിൽ വിശ്വസിക്കുക. 4 അവന്റെ നബിമാരിൽ വിശ്വസിക്കുക. അംബിയ മുർസലിങ്ങളിൽ വിശ്വസിക്കുക. അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. ഖദർ ഖലായിൽ വിശ്വസിക്കുക. ഈ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, അതിന് ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട് ഖുർആനിലും സുന്നത്തിലൊക്കെ. അതിൽപ്പെട്ടതാണല്ലോ ആസിഫ, അസിഫത്തിൽ അസിഫ, ലൈസ ലഹ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. യൗമുത് തഗാബുൻ, യൗമുത് തലാഖ്, ഒരുപാട് പേരുകൾ വിശുദ്ധ ഖുർആൻ എന്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്? അന്ത്യദിനത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ എന്നുണ്ടല്ലോ. അപ്പോൾ അൽ ഖാരിഅ, ഇതൊക്കെ അതിന്റെ പേരാണ്. യൗമുദ്ദീൻ, യൗമുൽ ഫസ്ൽ, യൗമും മഷ്ഹൂദ്, യൗമും മൗഊദ്, യൗമും മഅലൂം, യൗമൻ നുശൂർ എന്നൊക്കെ ഉണ്ടല്ലോ ഖുർആനിൽ. ഇതൊക്കെ അന്ത്യദിനത്തെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഇനി പറയുന്നത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളെ കുറിച്ചാണ്. അന്ത്യദിനം അടുത്ത് വരുമ്പോൾ കാണുന്ന അടയാളങ്ങളെ കുറിച്ചിട്ടാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അന്ത്യദിനം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഉദ്ദേശം? എന്താ അന്ത്യദിനം എന്ന് പറഞ്ഞാല്? ആരെങ്കിലും ഒരാൾ പറയും, എന്താ ഇപ്പൊ അന്ത്യദിനം എന്താണ് സുബൈർക്ക? വെരി ഗുഡ്. പിന്നെ വേറെന്താ ആൻസർ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ അഭിപ്രായം ഉണ്ടോ അന്ത്യദിനത്തിൽ? കാലത്തിൽ ഊതപ്പെടുന്ന ദിവസം, മനുഷ്യ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം. വേറെന്തായാലും വെരി ഗുഡ്. വേറെന്തായാലും ഓക്കെ. അപ്പോൾ ഇതൊക്കെ അന്ത്യദിനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അന്ത്യദിനം എന്ന് പറഞ്ഞാൽ അതന്നെ, അന്ത്യദിനം, അന്ത്യമായ ദിനം, അവസാനത്തെ ദിനം. അതിനുശേഷം പിന്നെ ഒരു ദിവസം നമുക്ക് ഏറ്റവും അവൻ്റെ ലാസ്റ്റ് ദിവസം നമ്മൾ പറയില്ലേ, ആ ലാസ്റ്റ് ദിവസമാണ് ഈ അന്ത്യദിനം. ആ അന്ത്യദിനത്തിലെല്ലാം തീരുമാനമാവും. പിന്നെ സ്വർഗമല്ല നരകം, അത് കാലാകാലാണ്. അപ്പോള് പിന്നെ കാലകാലം എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ അവർ തെറ്റ് കതിർ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് അന്ത്യദിനത്തിന് കുറെ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളെ പറ്റി പറയാം.
അടുക്കുന്ന സമയത്ത്. ഒന്ന്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് പറയൂലേ? അന്ത്യപ്രവാചകനാണെന്ന് പറയുമല്ലോ അല്ലേ? അന്ത്യപ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരിക എന്നുള്ളത് തന്നെ ഖിയാമത്ത് നാൾ അടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. കാരണം ഇനിയൊരു നബി വരാനും എന്നിട്ട് പിന്നെ അന്ത്യപ്രവാചകൻ വരാനൊന്നും ഇല്ല. ഇത് അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ പ്രവാചകൻ. അപ്പോള് നബി തങ്ങൾ വരാന്നുള്ളത് തന്നെ ഒരു അന്ത്യദിനത്തെ അടുത്തതിന്റെ ഒരു അടയാളമാണ്. അടുത്തെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഒരുപാട് കാലമൊന്നും ഇല്ല എന്നായിരുന്നു വന്ന്. പിന്നെ ഉമ്മത്ത് മുഹമ്മദിയ എന്ന് പറയുന്നതും അന്ത്യദിനം അടുത്തതിന്റെ അടയാളമാണ്. ഉമ്മത്ത് മുഹമ്മദിയക്ക് ശേഷം വേറൊരു ഉമ്മത്തിന് വരാനില്ല. വേറെ നബി വന്ന് ആ നബീന്റെ പുതിയ ശരീരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഉമ്മത്താവുള്ളൂ. ഇത് അവസാനത്തെ സമുദായമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 3, നല്ല ജഹല് കൂടും അന്ത്യദിനാവുന്ന സമയത്ത്. ഇസ്ലാമിന്റെ തുടക്ക സമയത്തൊക്കെ പിന്നെ എന്താ, ഇഷ്ടംപോലെ ആളുകള്, പിന്നെ വിവരമുള്ള ആളുകളുണ്ടായിരുന്നു. സ്വഹാബികളൊക്കെ നല്ല അറിവുള്ള ആളുകളാണ്. അവരൊക്കെ 10, 30, 40 വയസ്സിലൊക്കെയാണ് ഇസ്ലാമിലേക്ക് വന്നത്. അതേ സമയത്ത് അങ്ങനെയാണെങ്കിലും ഓല് നമ്മളെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ദർസിന് പോകുന്ന പോലെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ വിഷയങ്ങൾ അവർ വലിയ ഫുഖഹാക്കളും ആരിഫീങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ പഠനത്തിന് പ്രായമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ അടയാളമാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്. അവരുടെ ശേഷം വന്നവരൊക്കെ അങ്ങനെ പഠിച്ചു. പക്ഷെ കാലം കഴിയുന്തോറും ഇൽമ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇൽമുള്ള ആലിമ്യങ്ങൾ ഉയർത്തപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ ആലിം മരിക്കുമ്പോഴും ഇൽമ കുറയാണ് ചെയ്യുന്നത്. ശരിക്കും ഇൽമ എന്ന് പറയുന്നത് കുറേ ഡോക്യുമെന്റ്സ് അല്ല, ഒരുപാട് കിതാബുകൾ അട്ടിക്ക് വെച്ചുകൊണ്ട് ഇൽമായില്ല. ഇൽമ എന്ന് പറയുന്നത് അത് എടുത്ത് പറഞ്ഞു കൊടുക്കാൻ ഹൃദയത്തിൽ കാര്യമുള്ള ആലിമ്യങ്ങളെ പറ്റിയിട്ടാണ്. ആ ഇൽമിനെ പറ്റി ഇൽമ എന്ന് പറയാം. കിതാബിൽ എഴുതി വെച്ച ഇൽമ അങ്ങനെ എന്തൊക്കെ ഇപ്പൊ ഉണ്ടാവും. അങ്ങനെ ആലിമ് ആണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ആലിമ് ചാറ്റ്ജിപിടിയും ഗൂഗിളൊക്കെ ആയിരിക്കണം അല്ലേ? അപ്പോള് ഇൽമ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിലാണ് വേണ്ടത്. ഇനി ജഹില് കൂടുന്നുള്ളതാണ് അന്ത്യദിനത്തിന്റെ ഒരു അടയാളം. ഇന്ന് നമ്മൾ കാണുന്നത് തന്നെയാണല്ലോ. വിഷയങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആലിമ്യങ്ങൾ കുറവാണെന്ന് പറഞ്ഞാൽ നല്ല തെഹ്കീക്കുള്ള, ആഴത്തിൽ അവഗാഹമുള്ള, എല്ലാ വിഷയങ്ങളിലും അത്രയും വലിയ, ഇപ്പൊ 4 മദ്ഹബിന്റെ ഇമാമുമാരെ പോലത്തെ പിന്നെ വന്നിനോ? നിങ്ങൾ പറയും, 4 മദ്ഹബിന്റെ ഇമാമിനെ പോലത്തെ പിന്നെ വന്നിട്ടില്ല. 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളുകൾ പിന്നെ ആ ഒരു സമയം കഴിഞ്ഞ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലം ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? എൻ്റെ അറിവിലില്ല. 10 ലക്ഷം ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാല് ആ ഹദീസിന്റെ ഈ ലഫ്ള് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ സനദ് അടക്കം നബിതങ്ങൾ വരെയുള്ള ഓരോ ഹദീസിന്റെ സനദും പഠിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഒരു ടീം പരിശോധിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പോലെ എങ്ങനെ പരിശോധിക്കുന്ന പറഞ്ഞാൽ വലിയ ആലിമെന്ന് കേട്ട് വന്നതാണ്. എന്നാൽ പിന്നെ അതൊന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണല്ലോ. ഓലൊരു 10-40 ഹദീസ് കൊണ്ടുവന്ന് ആ ഹദീസുകളുടെ സനദ് ഓരോന്നിൻ്റെ ഇങ്ങനെ വായിക്കും ഇമാം ബുഖാരി തങ്ങളുടെ അടുത്തുനിന്ന്. ഇത് ശരിയാണോ ചോദിക്കാനാണോ അവർ വരുന്നത്, ഒരു പരീക്ഷയ്ക്കാണ്. ഈ സനദ് വായിക്കുന്നിടത്ത് ഓരോ ഹദീസിലും ഒരാളെ പേര് മാറ്റിയിട്ടും ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും കൽബ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വായിക്കും. അങ്ങനെ 40 ഹദീസും, 40 എന്നുള്ള എൻ്റെ ഓർമ്മ പ്രകാരം പറയാണ്, കുറേ ഹദീസ് ഉണ്ട്, ഏതായാലും 40 എൻ്റെ ഓർമ്മ. അത് വായിച്ചു കഴിഞ്ഞ ശേഷം ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒന്നാമത്തെ ഹദീസ് വായിച്ചില്ലേ, അതിൽ നിങ്ങൾ 4ാമത് പറഞ്ഞ ആളുണ്ടല്ലോ ആ സനദിൽ, അയാളുടെ പേര് ഇങ്ങനെയല്ല, അയാളുടെ പേര് ഇങ്ങനെയാണ്, ആ പറഞ്ഞത് മാറിയതാണ്. നിങ്ങൾ 2ാമത് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ മുഴുവൻ ഹദീസിലുള്ള പ്രശ്നങ്ങൾ ഓരോന്ന് അർത്ഥം കുറിച്ചാൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതെന്ത് മെമ്മറിയാണ്? ആ മെമ്മറിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. മനുഷ്യനിക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതൊക്കെ സാധ്യമായ കാര്യങ്ങളാണ്. ആ രൂപത്തിൽ മെമ്മറി പവറുള്ളവരായിരുന്നു നമ്മുടെ പൂർവ്വകാല ആലിമീങ്ങൾ. ഷാഫി ഇമാമിനെ നിങ്ങൾക്ക് അറിയില്ല? ഷാഫി ഇമാമ് മാലിക് ഇമാമിന്റെ ദർസിൽ പോയി ഇരുന്നിട്ട് എഴുതാനുള്ള പുസ്തകവും കാര്യങ്ങളൊന്നും കയ്യിലില്ല. അപ്പൊ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കുറിച്ചിടുന്നത് കണ്ടു. എന്താ ഇപ്പൊ ഈ കയ്യിൽ എഴുതുന്നത്? കയ്യിലൊന്നുമില്ല.
അപ്പോൾ മാലിക് ഇമാം ചോദിച്ച സമയത്ത് പറഞ്ഞത് എനിക്ക് എഴുതാനുള്ള സാധനമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ എഴുതിയാൽ തന്നെ എനിക്ക് എല്ലാം ഓർമ്മയിൽ വെക്കും, പിന്നെ മറന്നൊന്നും പോകില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇതുവരെ എടുത്തൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. മാലിക് ഇമാം അത്ഭുതപ്പെട്ടു. അങ്ങനെ മെമ്മറി പവറൊക്കെ ഉണ്ടാവാം. മാലിക് ഇമാമിൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്നത് തന്നെ മാലിക് ഇമാമിൻ്റെ മുവത്ത എന്ന് പറയുന്ന വളരെ വലിയ ഹദീസ് ഗ്രന്ഥം മുഴുവനും കാണാതെ പഠിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് തന്നെ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ സാധ്യമാണ്. അതൊക്കെ ചരിത്രത്തിൽ നമുക്ക് ആലിമീങ്ങളുടെ ജീവിതത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് അത്ര ഇൽമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, പിൽക്കാലത്ത് അത് കുറഞ്ഞു 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 കുറഞ്ഞ് ഇന്നത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി വരുന്ന ഒരു കാലത്ത് അത്രയും ആലിമീങ്ങൾ ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവും എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ അത് തന്നെ ഒരു അന്ത്യദിനത്തിന്റെ അടയാളാണ് എന്നർത്ഥം. വേറൊന്നാണ് കസറത്തുൽ ഫിത്തന്, ഫിത്തിന വർദ്ധിക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഫിത്തിന വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതിൽ നമുക്ക് ആർക്കും അഭിപ്രായക്കേടില്ലല്ലോ, എല്ലാവരും അംഗീകരിക്കൂലേ? അപ്പോ ഇന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാ സ്ഥലത്തും ഫിത്തനയാണ് അല്ലേ? ഫിത്തന നല്ലോണം ഉണ്ട്. എന്നാലും ചെറിയ ചില ദിക്റിന്റെ മജ്ലിസും ഇതുപോലെ ഇൽമിന്റെ ചെറിയ മജ്ലിസുകളും ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് അൽഹംദുലില്ലാ, കുറച്ചെങ്കിലും അടിപിടിയൊക്കെ കുറെയൊക്കെ ഉണ്ട്, ദീനുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാൻ മാത്രം കഴിയും. ആ സമയത്ത് ഫിത്തിന ഭയങ്കരമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഫലസ്തീനിലെ ആളുകൾ അനുഭവിക്കുന്ന ഒരു ഫിത്തിനയാണ്. അവർക്ക് അവർക്ക് പരീക്ഷണമാണത്. ഇങ്ങനെയുള്ള ഫിത്തിനകള് ആദ്യമായിട്ട് ഇസ്ലാമിൽ തുടങ്ങിയ ഫിത്തിന, അതായത് നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വധാണ് ഒന്നാമത്തെ ഫിത്തിന. അതിനുശേഷം പിന്നെ ആ ഫിത്തിന നിന്നിട്ടില്ല. അലി റളിയല്ലാഹുവിനെ കൊല്ലപ്പെട്ടു, അതുപോലെ പലരും കൊല്ലപ്പെട്ടു, കർബല, അങ്ങനെ ഫിത്നകളുടെ കാലാണ്. പിന്നെ ഫിത്ന ഇപ്പോഴും തുടരുന്നു, അന്ത്യദിനം വരെ തുടരുകയും ചെയ്യും. അപ്പൊ ഈ ഫിത്നകൾ വർദ്ധിക്കുക എന്നുള്ളതാണ് അന്ത്യദിനത്തിന്റെ വേറൊരു അടയാളം. വേറൊന്ന്, ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ പറയുന്ന ഒരു ഫിത്ന ഉണ്ട്, ഫിത്ന ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലേ? അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മുസീബത്ത് എന്ന അർത്ഥത്തിനും കൂടിയാണ് പറയുന്നത്. ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാവുക എന്ന അർത്ഥത്തിനൊക്കെ ഫിത്ന വന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഫിത്നകൾ നമ്മൾ പറയുന്ന ഈ വ്യഭിചാരം, അതുപോലെ കള്ളുകൂടി, ഈ മുസ്ലിം ഉമ്മത്തിൽ തന്നെ ഇസ്ലാമിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ ഫിത്നകളാണ്. ഇനി അത്തതാവുലു ഫിൽ ബുനിയാൻ, നല്ല വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാവുക, പരസ്പരം മത്സരിക്കുക വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സൗദിയിൽ ഏതോ ഏറ്റവും വലിയ ബിൽഡിംഗ് വരുന്നുണ്ടല്ലേ, ബുർജ് ഖലീഫാനെ പൊട്ടിക്കുന്നത് ഇല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞോ? എന്താ അതിന്റെ ഒക്കെ വലിയൊരു ബുർജ് വരുന്നുണ്ട്. അപ്പോള് അത് ഖിയാമത്തുള്ള ഒരു അടയാളാണ്. അത്തതാവുലു ഫിൽ ബുനിയാൻ, വലിയ ബിൽഡിങ്ങുകൾ എടുക്കാൻ വേണ്ടി ആൾക്കാർ മത്സരിക്കുക, അത് അന്ത്യദിനത്തിന്റെ അടയാളം. അല്ലാകട്ടെ. കസറത്തു നിസായി വ ഖില്ലത്തു റിജാൽ, സ്ത്രീകൾ അധികരിക്കുക, പുരുഷന്മാര് കുറയുക, അന്ത്യദിനത്തിന്റെ ഒരു അടയാളമാണ്. കസറത്തു നിസായി വ ഖില്ലത്തു റിജാൽ, പുരുഷന്മാര് കുറയാ, ലേഡീസ് കൂടുക. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെയാണോ? നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാം ഇങ്ങനെ എണ്ണ നോക്കിയാൽ കിട്ടുന്നല്ല, അതങ്ങനെ വരും. ഇപ്പൊ അങ്ങനെ അത്ര വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കാണും, പേടിക്കണ്ട, വരും, ഒക്കെ വരും. ഇന്തിഷാർ എന്നും പറയാം. അത് വളരെ കാണാനും കൂടി, കാണാൻ ഇപ്പൊ എന്തായാലും കഴിയുന്നുണ്ട്. ഇനി ഡോക്യുമെന്റേഷനിലും ഞാൻ മനസ്സിലാക്കുന്ന ഡോക്യുമെന്റേഷനിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ ലേഡീസ് ആണെന്ന് തോന്നുന്നുണ്ട്. ചെക്ക് ചെയ്യേണ്ട ഒരു സാധനം. ചാറ്റ്ജിപിടിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കി, മുപ്പര് പറഞ്ഞായിരുന്നു. സത്യമായിക്കോണമെന്നൊന്നുമില്ല. ഓക്കെ, കേരളത്തിൽ ലേഡീസാ കൂടുതൽ നെട്ടി. ഓക്കെ, അപ്പൊ അതാണ് സ്ത്രീകൾ വർദ്ധിക്കുക എന്ന് പറയുന്നത് അന്ത്യദിനത്തിന്റെ ഒരു അടയാളം. ഇന്തിഷാറുൽ ഫവാഹിഷ്, വേറൊന്നാണ് തെമ്മാടിത്തരങ്ങൾ വർദ്ധിക്കുക. ഫിത്തിന നമ്മൾ പറഞ്ഞു, ഫിത്തിന തന്നെയാണ് ഈ തെമ്മാടിത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാണ്, തെമ്മാടിത്തരങ്ങൾ വർദ്ധിക്കുക. അതിൽ വ്യഭിചാരം ഒക്കെ പെട്ട്, വ്യഭിചാരം വർദ്ധിക്കുക, അതുപോലെ തന്നെ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ വർദ്ധിക്കുക. ഇപ്പൊ ഈ LGBT ഒക്കെ ഉണ്ടല്ലോ, അല്ലെ? നിങ്ങൾക്കൊക്കെ അറിയൂലേ LGBT കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടൊക്കെ? പെണ്ണും പെണ്ണും, ആണും ആണും, പിന്നെ സ്വന്തമായിട്ട് ഞാൻ പെണ്ണാന്ന് തീരുമാനിക്കുക,
അങ്ങനെ ഞാനൊരാണിൻ്റെ കൂടെ ഒപ്പരം ഒരു പെണ്ണിൻ്റെ കൂടെ ഒപ്പരം ഞാനാണായിട്ട് ജീവിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല ലൈംഗിക വൈകൃതങ്ങളുടെ ഒരു കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. അമേരിക്കയിൽ ഒറ്റടി എങ്ങനെ അതാണ് അത് ഔദ്യോഗിക രേഖകളിൽ വരെ വരുന്ന ഒരു കാലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓർ എന്നിട്ടിട്ട് അടുത്തൊരു ഓപ്ഷനും കൂടി കൊടുക്കുന്ന അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. ട്രംപ് ഒക്കെ നിരോധിച്ചില്ലേ? ഇവരിപ്പോ ചെയ്ത കൂട്ടത്തിൽ ഇപ്പൊ ഒന്ന് നല്ല കാര്യമായിട്ട് തോന്നുന്നതാണ്. ഏഹ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, അല്ല മൂപ്പരിപ്പോ നിലവിൽ ചെയ്തതിൽ നമുക്ക് യോജിപ്പുള്ള ഇപ്പൊ അതാ കാണുന്നുള്ളൂ. എനിവേ, അപ്പൊ അതാണ് അത് മൂപ്പര് ചെയ്തോണ്ട് മൂപ്പര് നല്ല ആളാന്നുള്ള വാദമൊന്നും എനിക്കില്ല. അപ്പോ ഫിത്തിനുകള് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ വർദ്ധിക്കുക ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ നാട്ടിൻ പുറത്ത് തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ കഞ്ചാവും കാര്യങ്ങളും അതൊക്കെ ഒരു കയ്യിൽ ഒതുങ്ങാത്ത കോലത്തിൽ വർദ്ധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനൊക്കെ ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് കാലം, ഒരു 5-10 കൊല്ലം മുന്നേ SLC എഴുതിയ മനുഷ്യനാണ് ഞാൻ. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ രൂപത്തില് എന്താ കഞ്ചാവും നമുക്ക് അറിയില്ല. നമ്മൾ കൂട്ടത്തിൽ ആരും വലിക്കുന്ന ഒരാളെ പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ കാലം മാറി. ഇപ്പൊ ഒരു സ്കൂളിൽ പോലും അങ്ങനത്തെ വലിക്കാത്ത കുട്ടികൾ ഉണ്ടാവാത്ത ഒരു സ്കൂൾ കണ്ടെത്താൻ പ്രയാസമാണെന്ന് പറയുന്നത്. അങ്ങനത്തെ ലഹരികൾ ഉപയോഗിക്കുന്ന കുട്ടികളില്ലാത്ത. ഇതൊക്കെ ഇതിന്റെ അടയാളാണ്. ഇന്തിഷാറുൽ ഫവാഹിഷ്, കയ്യിന്ന് പോവാ. ഇമാറത്തു സിബിയാൻ വേറൊരു അടയാളാണ് അന്ത്യദിനത്തിന്റെ. കുട്ടികൾക്ക് ഭരണം കിട്ടുക. കുട്ടികൾക്ക് ഭരണം കിട്ടുക. ഭരിക്കുന്ന ആൾക്കാർ ചെറിയ കുട്ടികളാവാം. ഇതും ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഈ രാജാക്കന്മാരെ എന്താ പറയുക കൊല്ലപ്പെടുമ്പോൾ പിന്നെ മക്കൾ വന്നിട്ട് ഭരിക്കുക. വളരെ ചെറിയ പ്രായമില്ലാത്ത ആൾക്കാരൊക്കെ ഭരിക്കുന്ന 10-15 വയസ്സുള്ള ആളുകൾക്ക് ചരിത്രത്തിൽ പലരും ഭരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അന്ത്യദിനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ്. സുഹുറുഫത്തുൽ മസാജിദ്, പള്ളികൾ ഇങ്ങനെ മോടി കൂട്ടുക. പള്ളികളെ പള്ളികള് അമിതമായിട്ട് മോടി കൂട്ടല് അത് അന്ത്യദിനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം സുഹുറുഫത്തും ഉണ്ട്. അതുപോലെ തന്നെ സുഹുറുഫത്ത് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ മോടി പിടിപ്പിക്കലാണ്. അതല്ലാത്ത പള്ളിക്ക് ഉറപ്പുണ്ടാവാന് പള്ളിയുടെ ദീർഘകാലത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും പിന്നെ ഇതിൽ പെടൂല. സുഹുറുഫത്ത് എന്നതിൽ പെടൂല. വെറുതെ അലങ്കാരം, ഒരു പിന്നെ അലങ്കാരപ്പണി ചെയ്യാം, അങ്ങനത്തെ സാധനങ്ങൾ വർദ്ധിക്കുക അത് അന്ത്യദിനത്തിന്റെ അടയാളമാണ്. സൂഉൽ ഖുലുഖ്, ജനങ്ങളുടെ ഒക്കെ സ്വഭാവം വടക്കാവുക അന്ത്യദിനത്തിന്റെ അടയാളമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഈ പഴമക്കാരെ സ്വഭാവം, നമ്മളെ ഇപ്പൊ പുതിയ ന്യൂ ജനറേഷന്റെ സ്വഭാവത്തെ പറ്റി നിങ്ങളൊക്കെ അഭിപ്രായം എന്താ? എന്താ പറയും? സ്വഭാവത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? പണ്ടത്തെ ആളുകളുടെയും ഒരു 1950-കളുടെ 50-ന് മുന്നേ ജനിച്ച ആളുകൾ, ഇപ്പൊ ഒരു 10 വയസ്സുള്ള ആൾക്കാർ, അവരുടെ സ്വഭാവവും ഇന്നത്തെ ഒരു പുതിയ കമ്മ്യൂണിറ്റി, ഒരു 2K കിഡ്സ് എന്ന് പറയല്ലോ നമ്മള്, അവരൊരു സ്വഭാവം തമ്മിൽ എന്താ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലേ പോട്ടെ, 90 കിഡ്സ് 2K കിഡ്സ്. ആ അതാണ് മെയിൻ വിഷയം. സൂഉൽ ഹുലുക്ക് എന്ന് പറയുമ്പോൾ സ്വഭാവം ദൂഷ്യാവാന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ സ്വഭാവ ദൂഷ്യാണ് ഒരാൾക്കൊരു വില അംഗീകരിച്ചു കൊടുക്കൂല എന്നുള്ളത്. ഇപ്പൊ എല്ലാവരും അവനവൻ എന്നുള്ളൊരു സാധനമല്ലേ ഇപ്പോഴുള്ള. ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾ എന്തിനു ക്വസ്റ്റ്യൻ ചെയ്യണം? അല്ലെങ്കിൽ മൂപ്പർക്ക് എന്നോട് ചോദിക്കാൻ എന്ത് അധികാരമുള്ളത്? ഈ ഒരു ചിന്ത നമ്മുടെ കുട്ടികളൊക്കെ ഇടയിലില്ലേ? ഇതൊന്നും തോന്നിയിട്ടില്ലേ? ഉണ്ട്. അപ്പോ സൂൽ ഹുലുക്ക് എന്ന് പറയുമ്പോൾ ആദബ് നഷ്ടപ്പെടുക. അതിനാണ് ഏറ്റവും വലിയ ദുസ്വഭാവം എന്ന് പറയുന്നത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുസ്വഭാവം. ഹദീസിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മല്ലം യർഹം സഗീറന വയുവക്കിർ കബീറന വയുവക്കിർ കബീറന ഫലൈസ മിന്ന. നമ്മിൽപ്പെട്ട ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരോട് ആദരവ് കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല. എന്നുവെച്ചാൽ നമ്മുടെ ആളുകൾ എന്ന് പറയാനുള്ള ക്വാളിറ്റി ഒരിക്കില്ല.
അപ്പോൾ ഏറ്റവും വലിയ മൂല്യങ്ങളിൽ പെട്ടതാണ് വലിയവരെ ബഹുമാനിക്കുക എന്നുള്ളത്. പ്രായത്തിൽ കൂടുതലുള്ളവരെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അത് ഇന്നത്തെ തലമുറക്കില്ല. നമ്മുടെ ഈവൻ നമ്മുടെ നാട്ടിൻപുറത്തോ അല്ല നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള നമ്മുടെ മാതാപിതാക്കള്, ജ്യേഷ്ഠന്മാര്, ഇവരെ പറ്റിയൊക്കെ നമ്മളെ ഇടപഴകുന്ന കൂട്ടത്തിൽ നമ്മേക്കാട് പ്രായമുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. അതിന്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുന്നത് തന്നെ, പക്ഷെ നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളില്ലേ, ഇവിടെ ഇല്ലേ, എല്ലാവരും ഇല്ലേ? ഏ ആ സുബൈർക്കാക്ക് എത്ര വയസ്സായി ഇപ്പോ? കൃത്യമായിട്ട് വയസ്സ് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. 30 അബോ എന്നൊക്കെ പറഞ്ഞാൽ മതി. പറയുന്നതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഞാൻ നിങ്ങളെ 45. എന്താണ് ഇതിനകത്തുള്ള നിങ്ങളെ വയസ്സ്? 49. ആ ജംഷീർക്ക 31. ഓക്കെ. അപ്പോളേ നിങ്ങളെ വയസ്സ് എനിക്കറിയാന്നുള്ള എൻ്റെ ഒരു ഉദ്ദേശമല്ല, ആയിരുന്നില്ല ഞാൻ പറയുന്നത്. 31 വർഷം അല്ലെ 40 വർഷം ജീവിച്ച ഒരാള്, അയാളും അല്ലെങ്കിൽ 31 വയസ്സ് ജീവിച്ച ജംഷീർക്ക 30 വയസ്സ് ജീവിച്ച ഒരാളുണ്ടെന്ന് കൂട്ടുക, അയാളും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ബോധ്യപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഈ രണ്ടാമത്തെ മനുഷ്യനേക്കാൾ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളെ കുട്ടിക്കോളൂ കേട്ടോ. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പാ ജംഷീർഖാന്റെ? 94. അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് 24 ഫെബ്രുവരി. ആ ഓക്കെ, 24 ഫെബ്രുവരി. അപ്പോ തൊട്ട് ഒരു വർഷത്തിന് ശേഷം ജനിച്ച 24 ഫെബ്രുവരിയിൽ ജനിച്ച ഒരു മനുഷ്യൻ, അയാളെക്കാളും കൂടുതൽ ജംഷീർക്ക് എന്തായാലും 365 ദിവസം നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ബുദ്ധി വന്നതിന് ശേഷം 7 വയസ്സിന് ശേഷം കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എന്തായാലും മൂപ്പരെക്കാളും കൂടുതൽ, ഏതായാലും പ്രായപൂർത്തിയായതിനു ശേഷം മൂപ്പര് നിസ്കരിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ 365 ദിവസത്തെ നിസ്കാരം എന്ന് പറയുമ്പോൾ ഒരു നിസ്കാരത്തിന്റെ കൂലി എത്രയാ? അതായത് റമദാനിൽ നിസ്കരിച്ച ആ നിസ്കാരങ്ങളുടെ കൂലി എത്രയാ? 70 ഇരട്ടിയാണ്. ഓരോ നിസ്കാരത്തെ 70 ഇരട്ടി വെച്ച് കൂട്ടാം. ഒരു വർഷം കൂടുതൽ നോമ്പ് പറ്റിട്ടുണ്ട്. ഒരു നോമ്പിന്റെ കൂലി എത്ര നിങ്ങൾ വിചാരിച്ചത്? ഈ 30 നോമ്പ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ചുരുങ്ങിയത്, പിന്നെ സുന്നത്ത് നോമ്പുകൾ വേറെ ഉണ്ടാവും. ഈ മനുഷ്യനേക്കാളും കൂടുതൽ ലൈലത്തുൽ ഖദർ പിന്നെ ജംഷീർക്ക കിട്ടിയിരിക്കാൻ സാധ്യത ഉണ്ട്. ആ സാധ്യത പ്രകാരം ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങൾ നിസ്കരിച്ചാൽ 1000 മാസം ഡിവൈഡഡ് ബൈ 12 കുട്ടിയൊക്കെ നിങ്ങൾ എത്ര കൊല്ലണ്ടെന്ന് കിട്ടും. അത്ര കൊല്ലം നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും ലൈലത്തുൽ ഖദറിൽ നിസ്കരിച്ചാൽ. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അത്ര കഥ. എല്ലാം ഓരോ വിഭാഗത്തും അതിനനുസരിച്ചിട്ടാണ്. കഴിഞ്ഞില്ല. ഖുറാനില് ഒരു ഹത്തമ് ഖുറാൻ പാരായണം ചെയ്താൽ കിട്ടുന്ന കൂലി എത്ര? ഒരു ഹത്തമ് കൂടുതൽ ഖുറാൻ പാരായണം ചെയ്താൽ കിട്ടുന്ന കൂലി എത്ര? ഓരോ ഹർഫിനും 10 ഹസനത്ത കിട്ടുക, ഒരു ഹസനത്തല്ല. അലിഫ് ലാം മീം എന്ന് ഓതിയിട്ടുണ്ട്. അലിഫിന്, ലാമിന്, മീമിന് എല്ലാത്തിനും ഈ രൂപത്തിൽ വിശുദ്ധ ഖുറാനില് ഓരോ ഹർഫിനും കൂലിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഹത്തമ് മാത്രം എക്സ്ട്രാ ഓതിയിട്ടുണ്ടായാൽ തന്നെ എത്രയാണ് അതിന്റെ കൂലി? ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് ഈ രണ്ട് മനുഷ്യനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്താല് എത്തൂല. അത്രയും മുകളിലാണ്. ഒരു വർഷം മാത്രം ജീവിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദീർഘായുസിന് വേണ്ടി ചോദിക്കേണ്ടത്. ഒന്ന്. ഇത് കൂടാതെ എത്ര സ്വലാത്തിൽ ഉണ്ടാവും, എത്ര പള്ളിയിൽ ഇത്തികാഫിന് കൂലിയിട്ടുണ്ട്, എത്ര ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ജമാഅത്ത് പങ്കെടുത്ത പിന്നെ ഓരോ നിസ്കാരം 27 ഇരട്ടി കൂലി മൾട്ടിപ്പിൾഡ് ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ഒരു വർഷം മറ്റൊരാളെക്കാൾ കൂടുതൽ ജീവിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അത്തർഗീബ് അത്തർഗീബ് വത്തർഹീബ് എന്ന് പറയുന്ന കിതാബിൽ ഉദ്ദേശിച്ചൊരു ഹദീസ്. അതിൽ കാണാം 2 സഹാബികൾ ഒരേ ദിവസം ഇസ്ലാം സ്വീകരിച്ചു. പ്രായവൃത്തിയായ 2 സ്വഹാബികൾ ഒരേ ദിവസം ഇസ്ലാം സ്വീകരിച്ചു. അതിൽ ഒരു സ്വഹാബി ഭയങ്കര ഇബാദത്ത് എടുക്കുന്ന, ഭയങ്കര മുഖ്ലിസായ, ഭയങ്കര ഇബാദത്ത് എടുക്കുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബി ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, ഷഹീദായി. മറ്റേ സ്വഹാബി മൂപ്പര് തൊട്ടടുത്ത വർഷം അതേ ഡേറ്റിൽ മരിക്കുകയാണ്, വഫാത്താണ്. ആ സ്വഹാബി ഒരു നോർമൽ ലെവലില് ഇബാദത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ആളാണ്.
അപ്പൊ സഹാബികൾക്ക് ഡൗട്ടായി, ഇതിലിപ്പോ ആരാണ് അള്ളാന്റെ അടുക്കൽ വലിയ ആളെന്ന്. നിങ്ങൾക്കും ആ ഡൗട്ടില്ലേ? ആരായിരിക്കും അള്ളാന്റെ അടുക്കൽ വലുത്? കുറച്ചു കാലം ഭയങ്കര ഇബാദത്ത് ചെയ്ത ആളാണോ, അല്ലെങ്കിൽ പിന്നെ ഷഹീദായിട്ടാണ് മൂപ്പര് മരിക്കുകയും ചെയ്യുന്നത്? ഇദ്ദേഹം ഷഹീദായിട്ട് പോലുമല്ല മരിക്കുന്നത്. ചോദ്യം ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പൊ തങ്ങൾ പറഞ്ഞത്, ആരാണ് നിങ്ങളുടെ അഭിപ്രായം? പറയ്, പറഞ്ഞോളി. രണ്ടാമത് മരിച്ച ആളാണ്. രണ്ടാമത് മരിച്ച ആള് എത്രയോ മുകളിലാണെന്നാ പറഞ്ഞത്. കാരണം ഓൻ അത്രയും കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് കിട്ടിയില്ല, ഒരു വർഷം എക്സ്ട്രാ. ഒരു വർഷം എന്തൊക്കെ ഇബാദത്ത് മൂപ്പര് ചെയ്ത്, അതിന്റെയൊക്കെ പ്രതിഫലം എത്രയാണ്? ഞാൻ പറഞ്ഞു വന്നത്, തെളിവ് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, നമ്മളെക്കാളും ഒരു വയസ്സെങ്കിലും കൂടുതലുള്ള ഒരാളെ, ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയാൾ നമ്മൾ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാ. ഇത് മനസ്സിലായില്ലേ? വിഷയം മനസ്സിലായില്ലേ? അപ്പോ 30ഉം 45ഉം 50ഉം 60 70 വയസ്സൊക്കെ ഉള്ള മനുഷ്യന്മാര്, അവര് ദിവസവും 5 വക്ത് നിസ്കാരം മാത്രം നിർവഹിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ പോലും അവർക്ക് നമ്മളെക്കാളും എത്രയോ മേലാണ് അവരുള്ളത്. അള്ളാഹിന്റെ അടുക്കൽ അത്രയും വലിയ മഹത്വമുള്ളവരാണ് അവർ, നമ്മൾ മനസ്സിലാക്കണം. അവരെ തെറ്റൊക്കെ അള്ളാഹു താല പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഒരു തൗബ ചെയ്താൽ തീരുന്നേ ഉള്ളൂ. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരോടുള്ള ബാധ്യതയാണ് പിന്നുള്ള വിഷയം. ആ വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കാളും വയസ്സ് മൂത്തവരെ ബഹുമാനിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല. ചുരുക്കാൻ തോന്നുന്നുണ്ട്, സമയമായില്ലേ? അപ്പോ ഖിയാമത്തെ ആളുടെ അടയാളങ്ങൾ നമ്മളിപ്പോ പറഞ്ഞേ. അതിൽ അവസാനത്തുള്ള ഒരു അടയാളം കൂടി, ചെറിയ അടയാളങ്ങളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറൊന്നാണ് തക്കാറുബ് സമൻ. സമയം പെട്ടെന്ന് പോകുന്നത് ഇങ്ങനെ ഫീൽ ചെയ്യാം. അത് അന്ത്യദിനത്തിന്റെ അടയാളം. നിങ്ങൾക്ക് ഇവര് പറയട്ടെ, ഇതിനകത്ത് നിങ്ങൾ പറയും, പണ്ടൊക്കെ സമയം വേഗം പോക്കുണ്ടായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ സമയം പെട്ടെന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഏ കേട്ടില്ല, നിങ്ങള് പറയും, ഒന്നുകൂടി പറയും. ആ, അതാണ് അതാണ്. അങ്ങനെ ഉണ്ടാവും ഈ ഫീലിംഗ്, നമുക്കൊക്കെ ഉണ്ടാവും. ഇപ്പൊ റമദാന് വന്ന് പോയപ്പോ നമ്മൾ അറിഞ്ഞിനോ? ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പെട്ടെന്ന് റമദാന് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഒന്ന് ഡേറ്റ് ഓർമ്മയില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി നോക്കിയാല് 15 ദിവസം, 16 ദിവസമായി. അതാണ്. ഉം. അപ്പൊ അതാണ്, അത് അന്ത്യദിനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാ. കാലം പെട്ടെന്ന് ഇങ്ങനെ അടുത്ത കാറുബുസം എന്ന് പറയുന്നത്, അതിങ്ങനെ നമുക്ക് ഒരു ആൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ഇത്ര വേഗം പോകുന്നുണ്ട് എന്നുള്ളതിൽ. അതെങ്ങനെ 24 മണിക്കൂറാണ്, അത് പഠിച്ചവന്റെ ഒരു കുതിരത്താ, നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കാണ്. പണ്ട് അങ്ങനെ തോന്നില്ലായിരുന്നു, ഇപ്പൊ തോന്നുന്നുണ്ട്. ഇത് ഓരോ മനുഷ്യന്റെ അനുഭവമല്ലേ, പഠിച്ചവൻ അതിന് കഴിയും. സെയിം മിനിറ്റുകൾ ക്ലോക്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാതെ സെയിം ആയിരിക്കും, പക്ഷെ ടോട്ടലി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വേഗം പോയി തോന്നും. അപ്പൊ അതാ പറഞ്ഞത്, പണ്ടൊക്കെ ആൾക്കാർക്ക് സമയം പോകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ള ഇതൊക്കെ ആയിരുന്നു. ഇന്ന് ആ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല മനുഷ്യന്മാർക്ക്. പൊതുവെ പൊതുവെ സമയം പോകാത്ത പ്രശ്നം, സമയം ഇല്ലാത്ത പ്രശ്നമാണ് എല്ലാവർക്കും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞൊക്കെ കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എക്സ്ട്രാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.